വിദേശ വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് നൽകി ജപ്പാനിൽ ഉപരിപഠനവും തൊഴിലും സാധ്യമാക്കുകയാണ് ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമി. ഇത്തവണ 65 പേർക്കാണ് പഠന സൗകര്യമൊരുക്കുന്നത്. ഇതിൽ ഉൾപ്പെട്ട 35 കുട്ടികൾക്ക് കോഴിക്കോട് നഗരസഭ സ്നേഹാദരം നൽകി. വിദേശ വിദ്യാഭ്യാസ മേഖലയിൽ തട്ടിപ്പുകൾ വ്യാപകമാകുന്നതിനിടെ 65 പേർക്ക് സ്കോളർഷിപ്പോടെ ജപ്പാനിൽ ഉപരിപഠനവും തൊഴിലും സാധ്യമാക്കിയ ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമി. ഈ വർഷം 2 ഘട്ടങ്ങളായാണ് ഇത്രയും വിദ്യാർത്ഥികളെ ജപ്പാനിലേക്ക് അയക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽപ്പെട്ട 35 പേർക്ക് ഇന്നലെ കോഴിക്കോട്ടെ നഗര കൂട്ടായ്മ സ്നേഹാദരം ഒരുക്കി. നടക്കാവ് ഈസ്റ്റ് അവന്യൂ ഹോട്ടലിൽ നടന്ന ചടങ്ങ് ഓയിസ്ക ഇന്റർനാഷണൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ അരവിന്ദ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ നിന്ന് ഒരു വർഷം ഇത്രയും പേർ ജപ്പാനിലേക്ക് പോകുന്നത് ഇതാദ്യമാണ്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകുന്നു എന്നതും ശ്രദ്ധേയം. 4 പേർക്ക് 1 വർഷത്തെ പഠനവും തുടർന്ന് 5 വർഷത്തേക്ക് ജോലിയും വാഗ്ദാനം ചെയ്യുന്ന കരാറും ലഭിക്കും. ഇവരുടെ വിമാന ടിക്കറ്റ് ഉൾപ്പെടെ ചെലവുകൾ ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമി വഹിക്കും. കഴിഞ്ഞ 14 വർഷത്തിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും ജപ്പാനിലേക്ക് അയച്ച JLA അടുത്ത വർഷം 500 പേരെ ജപ്പാനിലേക്ക് അയക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച അക്കാദമി MD ഡോക്ടർ സുബിൻ വാഴയിൽ പറഞ്ഞു. ഇവിടുന്ന് പഠിക്കാനായിട്ട് പോകുന്നവരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പം ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്ന എല്ലാവരും പഠിക്കാനായിട്ട് പോകുന്നവരാണ്. അപ്പം ഈ കുട്ടികൾ ജപ്പാനിൽ ചെന്ന് കഴിഞ്ഞാലും അവർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ജോലിയിലേക്ക് മാറേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലും ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും. അപ്പം അതിനും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റണം. മാധ്യമപ്രവർത്തകൻ ഫിറോസ് ഖാൻ, ബാലു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മർക്കസ് നോളജ് സിറ്റിയിലെ മിഹ്റാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 25 നടക്കും.